നമ്മൾ എക്സ്പ്രസ്സിൽ സെറ്റ് ചെയ്യാവുന്ന സാധനങ്ങൾ. ഇത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ബെയറിങ് വരും, നീഡിൽ ബെയറിങ് വരും. വണ്ടിയിൽ ഇതാ ഹാൻഡിൽ ബാർ റേസർ എടുത്തിട്ട് അതുപോലെ തന്നെ 10,000-3000 രൂപയുടെ ആ ഒരു ഷൂ നമുക്ക് തോന്നുമായിരിക്കും. മുസൈമലിൻ്റെ കെയർ ഓഫിൽ വെറും 1800 രൂപ. 1800 രൂപ. ഗായ്സ് രാവിലെ തന്നെ ഒരു മുട്ടം പടം കിട്ടിയിട്ടിരിക്കുകയാണ്. പോവാം. RS ചവിട്ടി തള്ളി ഇവിടെ നിന്ന് പാരിപ്പള്ളി വരെ പോകണം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഫുള്ള് കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. ആ കയറ്റമൊക്കെ ഫുള്ള് ചവിട്ടി തള്ളാനുള്ള പരിപാടിയാണ്. റൈറ്റ് പിടി, ഞാൻ ലെഫ്റ്റിൽ നിന്ന് ഔട്ടാ. ആദ്യ കയറ്റം. അപ്പം വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫ്യൂൽ പമ്പ് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. മുമ്പേ കംപ്ലൈൻറ്റ് ഉള്ളതാണ്. കംപ്ലൈൻറ്റ് പക്ഷേ ഒരു ദിവസം ഇളക്കി സെറ്റാക്കിയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും കംപ്ലൈൻ്റായി. അപ്പം ഇനി അതൊന്നും കൂടെ പോയി ശരിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പോകുന്നത് നമ്മളെ സമീലിൻ്റെ ഡ്യൂക്കിലാണ് കേട്ടോ. അവൻ്റെ വണ്ടിയിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. പിന്നെ ഈ ഫ്രണ്ട് ബ്രേക്ക് കുറവാണ്, അതും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടി കൊണ്ടാണ് ഇപ്പം നമ്മുടെ പാരിപ്പള്ളി നെസ്ക്യൂരിലോട്ട് പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി. ഏറ്റവും സ്വന്തം വണ്ടിയെ പോലെ എനിക്ക് ഈ വണ്ടി എന്ത് വേണം ചെയ്യാം. വീലിൽ അടിക്കാം, സ്റ്റോപ്പ് അടിക്കാം, അവരുടെ മുമ്പ് വെച്ച് തന്നെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്ലോസ് ആണ് നമ്മൾ. ഈ വണ്ടിയും എനിക്ക് അത്രയ്ക്ക് ക്ലോസ് ആണ്. ഈ വണ്ടിയിൽ ഓരോ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവൻ അഡ്വഞ്ചർ 304 തന്നെ ഇതിൻ്റെ അകത്ത് കയറ്റിയത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഹാൻഡിൽ ബാർ റൈസ് വെച്ച്, ഫോഗ് ലൈറ്റ് വെച്ച്, അവരുടെ അത് ചോദിക്കാൻ പോലില്ല. അവസാനം ബില്ല് മാത്രം അവർക്ക് കൊടുക്കും, അവൻ പൈസ തരും. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്നിപ്പോൾ പോയിട്ട് ഇതിൻ്റെ MCKT കംപ്ലൈൻ്റ് ആയി. അതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അകത്ത് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിസ്റ്റം പുതിയത് മാറാനായിട്ട് പോവുകയാണ്. പോകുന്നതിനോടൊപ്പം RS ചവിട്ടി തള്ളിക്കൊണ്ട് പോവുകയാണ്. അയ്യോ കയറ്റം എത്തിയല്ലോ. ഇങ്ങനെ ചവിട്ടി തള്ളിക്കൊണ്ട് പോകാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഗൈസ്. അത് പക്ഷേ പ്രാക്ടീസ് ചെയ്ത് ശീലമായി പോയതാണ്. പണ്ട് സ്ഥിരമായിട്ട് ചവിട്ടി തള്ളുന്നൊരു സമയം വരുന്നത്. എപ്പോൾ നോക്കിയാലും എണ്ണ ഇറക്കും വരുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ അപൂർവ സമയങ്ങളിൽ മാത്രമേ എണ്ണ തീരാറുള്ളൂ. എന്നാലും ഇപ്പം എണ്ണ തീർന്നതല്ല. ഇതിപ്പം പമ്പ് കംപ്ലൈൻ്റ് ആണ്. ചവിട്ടിത്തള്ളാൻ വേറെ ടിപ്പ് വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും വണ്ടിയുടെ ലെഫ്റ്റ് ഭാഗത്തുനിന്ന് ചവിട്ടിത്തള്ളാവുള്ളൂ. എങ്കിലേ വണ്ടി ഓട്ടിക്കുന്ന ആൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ വണ്ടിയുടെ റൈറ്റിൽ നിന്ന് ചവിട്ടിത്തള്ളിയാൽ നമുക്ക് ഗിയർ ഇടാൻ പറ്റത്തില്ല. ചിലപ്പം ആ ഒരു ഫ്ലോയിലായിരിക്കും പോകുന്നത്. അപ്പം ഗിയർ ഇടാൻ പറ്റില്ലെങ്കിൽ വണ്ടി കിടന്ന് ഏറെ ചുമിച്ചുകൊണ്ടിരിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ ചവിട്ടാം. യെസ് എത്തിച്ചിട്ടുണ്ട്. സൂപ്പാട് വന്നു, എവിടെയും നിർത്തിയില്ല. പണിക്കൊന്നും ആണോ വണ്ടിയാണോ അത്? ഓ മോനെ, ഡ്യൂക്ക്, പുതിയ മോഡൽ ഡ്യൂക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ ഡ്യൂക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ പുതിയത് തന്നെ എടുത്ത് വെച്ച് കേട്ടോ. പക്ഷേ അതിന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വേറെ കുറച്ച് ഓട്ടത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പം ഡേ 2 നമ്മളെ എക്സ്പെൻസ് കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മളെ റെസ്ക്യൂറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടില്ല ഒരു ഓഫ് റോഡ് റേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ഹാൻഡ് ഗാർഡ് ഒഴിവാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒഴിവാക്കണമെന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് ഹാൻഡ് ഗാർഡാണ്. ഞാൻ അത് തൽക്കാലത്തേക്ക് വെച്ചേക്കുന്നതാണ്. ഈ ബ്ലാക്ക് ഈ റാലിക്ക് ഒട്ടും ചേരുന്നില്ല. ഞാൻ റെഡ് ഓർഡർ ചെയ്തിട്ട് സാധനം ഇതുവരെയ്ക്ക് നമ്മളെ ഷോപ്പിൽ വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ വണ്ടിയുടെ എൻഡിയുടെ ടൈൽ ടേഡി ഇല്ലേ, അതിന് ചെറിയ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിയിലത്തെ റിഫ്ലക്ടറും അതെല്ലാം പൊട്ടിപ്പോയി, കുറച്ച് സീനാറ്റിരിക്കുകയാണ്. അപ്പം അത് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ നെസ്ക്യൂറിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പ്രസ്സിൽ സെറ്റ് ചെയ്യാവുന്ന സാധനം കേട്ടോ. അപ്പോൾ ഈ റെഡ് കളർ 2-3 ദിവസം കൊണ്ട് സാധനം സ്റ്റോക്ക് ഔട്ടായിരുന്നു. ഇപ്പോൾ സാധനം ഇന്നലെ എത്തിയതേ ഉള്ളൂ. SRTക്കിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ഷോപ്പിൽ കിടപ്പുണ്ടായിരുന്നു നടക്കുന്ന ബ്ലാക്ക് കിടപ്പുണ്ട്. പക്ഷേ റെഡ് ഇന്നലെ വന്നേ ഉള്ളൂ. അതേപോലെ എക്സ്പ്രസ്സിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിടപ്പുണ്ട്. ഫ്രണ്ടിലത്തെ ആ ഒരു ഫ്ലൈ മൈകാർഡ്, പിന്നെ ക്വിക്ക് ത്രോട്ടിൽ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് വേണം. മറ്റേ നീഡിൽ ബെയറിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ക്വിക്ക് ത്രോട്ടിലാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പണായി കാണിച്ചു തരാം കേട്ടോ. ഈ ക്വിക്ക് ത്രോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ബെയറിങ് വരും, നീഡിൽ ബെയറിങ് വരും. സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്താണ്. ലോക്ക് ത്രോട്ടിൽ എങ്ങനെ തിരിക്കും ആ സെയിം സ്മൂത്തായിരിക്കും ഈ ക്വിക്ക് ത്രോട്ടിൽ. പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസാണ് ഞെട്ടിക്കാൻ പോകുന്നത്. വെറും 900 രൂപ മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വിക്ക് ത്രോട്ടിൻ്റെ റേറ്റ് എന്ന് വേണ്ട 4500 രൂപയുടെയൊക്കെ സാധനമാണ് കേട്ടോ. വേറെ ഒരു ഫീച്ചറും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനകത്തൊക്കെ ഫുൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ സോഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു സാധനത്തിന്. ഇത് ഭയങ്കര വിലക്കുറവാണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സോഫ്റ്റാണ്. പിന്നെ അത് ഓരോ സ്ലോട്ടുകളുണ്ട്. നമുക്ക് ക്വിക്ക് ത്രോട്ടിൻ്റെ ആ ഒരു കേബിളും കാര്യങ്ങളും ഏത് സ്ലോട്ടിലോടെ നമുക്ക് മാറ്റി തിരിച്ചിടാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ആ ഒരു സാധനം എന്താ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഒരുപാട് പേര് ഇവിടെ വന്നു, അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചായിരുന്നു. സാധനം 2 എണ്ണം വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഷോപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു സാധനം തീരുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഏകദേശം ഒരു 10 പീസെങ്കിലും ഷോപ്പിൽ ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഷോപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ 2 എണ്ണം കിടപ്പുണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഉണ്ട്, ചിലപ്പോൾ ഇത് സെയിലായി പോകാൻ ചാൻസും ഉണ്ട്. എന്തായാലും കോൺടാക്ട് ചെയ്തോ, റിപ്ലൈ കൊടുക്കൂലേ? എടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു ഹാൻഡ് ഗാർഡ് കൊണ്ട് വണ്ടിയിൽ സെറ്റ് ചെയ്യാം, ബാക്കി വഴിയെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വർക്കിന് ഏറിയ ഒരു ഹിമാലയൻ 450 ആണ്. എന്തൊക്കെ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഫുൾ വർക്ക് സെറ്റ് ചെയ്തിട്ടില്ല, ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാറ്റിയിട്ടേ ഇത് ഇനി സെറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ ഈ ഒരു വൈസറിൻ്റെ ഭാഗത്തായിട്ട് GPS മൗണ്ട് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മാഗ്ഡോഗിൻ്റെ ഫോഗ് ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കി വേറെ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ ഒരു മൗണ്ട് വെച്ചിട്ട് ഈ ഒരു മാഗ്ഡോഗിൻ്റെ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഇതാ ഈ ഹാൻഡിൽ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അവിടെ ഓൺ ചെയ്ത് അതിൻ്റെ വെട്ടം കാണിച്ചു തരാം. എൻ്റെ മോനെ സീൻ സാധനം സെറ്റല്ലേ. പിന്നെ അതേപോലെ തന്നെ ഒരു ബാഷ് പ്ലേറ്റ് എന്താ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കൽ ഫുഡ് ടെസ്റ്റ് എക്സ്റ്റൻഡർ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് വർക്കുണ്ട്. ആ വർക്കെല്ലാം ചെയ്തിട്ട് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എക്സ്പ്രസ് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഈ സെയിം കിക്ക് ത്രോട്ടിലാണ്, ഈ കിക്ക് ത്രോട്ടിലാണ് ഗായ്സ് സാധനം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഹാൻഡ് ഗാർഡ് വണ്ടിക്കൊരു മാച്ചില്ലാത്ത ലുക്കായിരുന്നു. അപ്പോൾ നമുക്കിത് അഴിച്ച് മാറ്റിയിട്ട് നമ്മളെ ഹെയർ സർബേക്കിട്ട് റെഡ് സാധനം കയറ്റാം. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ ഈ മാലിൻ്റെ വർക്ക് ഇതാ ഫുൾ പൂർണ്ണമായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫോഗ് ലൈറ്റിൻ്റെ പ്രകാശം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ പോലെ ഈ സമയത്ത് അറിയത്തില്ല, എന്തായാലും കണ്ണ് ചിമ്പിപ്പോണം വെട്ടം കേട്ടോ മാഗ്ഡോഗിൻ്റെ ഈ ഒരു വെട്ടം. സംഭവം ഫുൾ അഡ്ജസ്റ്റബിൾ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ സ്വിച്ചിൻ്റെയൊക്കെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അതല്ല പ്രീമിയം ക്വാളിറ്റിയിലെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് അത് കൊടുത്തേക്കില്ല. പിന്നെ വണ്ടിയിൽ ഇതാ ഹാൻഡിൽ ബാർ റേസർ എടുത്തിട്ട് അതുപോലെ തന്നെ GPS മൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയേറ്റർ ഗാർഡ് ഇതാ ഒരു യെല്ലോയും ബ്ലാക്കും കോമ്പിനേഷൻ റേഡിയേറ്റർ ഗാർഡ്, അതുപോലെ തന്നെ ബാഷ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഫുഡ് ടെസ്റ്റ് എക്സ്റ്റൻഡർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇനി ഒരു ക്രാഷ് കാർഡും കൂടെ ഉണ്ട്, യെല്ലോ കളറിൻ്റെ ക്രാഷ് കാർഡും കൂടെ കേട്ടോ. അപ്പോൾ അത് സാധനം ഇന്ന് വന്നിട്ടില്ല, നാളെ സാധനം എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്യാൻ നേരത്ത് വണ്ടി വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഓണറാണിത്. ബ്രോ എങ്ങനെയുണ്ട്? ഓക്കെ. നമ്മുടെ മുസമ്മിൽ ചെറിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എത്രാമത്തെ കസ്റ്റമറാണ് ഞാൻ? ആണല്ലേ. ഒരു ഷൂവിൻ്റെയൊക്കെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ഷൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഒറിജിനലിൻ്റെ ഫസ്റ്റ് കോപ്പി സാധനം അല്ലേ? ഫസ്റ്റ് കോപ്പി 7A ക്വാളിറ്റി അല്ലേ? അപ്പം ഞാൻ എന്താ അവൻ്റെ ഇതൊരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഷൂ ഓർഡർ ചെയ്തേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എത്ര രൂപ ക്വാളിറ്റിയുടെ ഷൂ ഉണ്ട്. 10,000-3000 രൂപയുടെ ഒരു ഷൂ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. മുസൈമിൻ്റെ കെയർ ഓഫിൽ വെറും 1800 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓക്കെ. അല്ല കിടില ഷൂ കേട്ടോ, ഒരു രക്ഷയില്ല. സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഈ ഷൂ കണ്ടപ്പോൾ ഈ ഓറഞ്ച് സ്റ്റാപ്പ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ട് സാധനം എടുത്ത അളിയാ അപ്പം ബിസിനസ് തകർക്ക്. ഓക്കെ, ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കടയൊക്കെ ഇടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം അല്ലേ? ഓക്കെ. നമ്മൾ ഹാൻഡ് ഗാർഡ് അപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് ആക്കിയപ്പോഴാണ് വണ്ടി ഒന്ന് ചെമിട്ടൻ ലുക്കായത് കേട്ടോ. അപ്പോൾ അതും തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻഡിയുടെ ടൈറ്റഡിയുടെ അവസ്ഥ കാണിച്ചേക്കാം. നമ്മളെ മാതാമല ഓഫ് റോഡ് പൊട്ടിപ്പൊളിച്ച് പോയ ടൈറ്റഡിയാണ് കേട്ടോ, ടൈറ്റഡി. അപ്പം ഈ ഒരു സാധനം അപ്പോൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ സമയം രാത്രി 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയിലെ കിക്ക് ത്രോട്ടിലും അതുപോലെ ഹാൻഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഈ 11:30 എവിടെ പോകണമെന്ന് വെച്ചാൽ നേരെ എറണാകുളം വെച്ച് പിടിക്കാൻ കേട്ടോ. നാളെ രാവിലെ 6 മണിക്ക് നമ്മുടെ പല മോട്ടോഴ്സിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്, അതായത് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ പോയി ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ പൈസയ്ക്ക് എനിക്ക് ഇവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണി പിന്നെ അല്ലാതെ 2 ദിവസത്തെ ഫുൾ ഫുഡ് എനിക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു എക്സ്പ്രസിൻ്റെ ഇങ്ങനെ ഒരു ടീമിൽ നിന്ന് വിളിച്ചപ്പോൾ കോള് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ നോ പറയാൻ വയ്യാത്തതുകൊണ്ട് അന്ന് മോളിയിട്ടുണ്ട്. അതുകൊണ്ട് നൈറ്റ് ഓടിപ്പിടിച്ച് നേരെ എറണാകുളം വിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഒരു പ്ലാൻ കാരണമാണ് ഇപ്പം എക്സ്പ്രസ് എടുത്തുകൊണ്ട് ഇറങ്ങിയത് കേട്ടോ. സമയം 5:32 ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഏകദേശം ഒരു 2:30-3 മണി അടുപ്പിച്ചായപ്പോൾ എറണാകുളത്തെത്തി. നമ്മളന്ന് രാവിലെ 5:30 അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ പല മോട്ടോഴ്സിലേക്ക് പോകാൻ കേട്ടോ. അവിടെ നിന്നാണ് നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 മണിക്ക് വന്നിട്ട് 7:37 കേട്ടോ നമ്മൾ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അപ്പം വൻ പട തന്നെ ഉണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഹീറോ ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് റൈഡ് പോകുന്നത് കേട്ടോ. ഹീറോ ആയിട്ടല്ല,
KTM ആയിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ കട്ട ശോകമാണെന്നാണ് തോന്നുന്നത് എൻ്റെ ഇതുവരയ്ക്കുമുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്. അതായത് 50-60 സ്പീഡിൽ പോകാനൊക്കെയാണ് അവർ പറയണ, ഒറ്റ ലൈനായിട്ട് ഈ 10-50 ബൈക്കുമായിട്ട്. പക്ഷെ എൻ്റെ പൊന്നെ, എന്തായാലും നനഞ്ഞ്. അപ്പോൾ ഇന്നലെ വെളുപ്പിന് 3 മണിക്കാണ് ഇവിടെ എത്തിയത്. 5 മണിക്ക് എഴുന്നേറ്റ് റൈഡ് പോവുകയാണ് കേട്ടോ. ഉറക്കം ശരിയായില്ല. അത് രാവിലെ കാപ്പി കുടിക്കാനുള്ള സമയം എത്തി. എൻ്റെ തന്നെ ഇവർ ഈ ഒരു റൈഡ് എന്ന് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെ, എക്സ്പ്രസിൻ്റെ ഒരു ഫ്രീ പ്രൊമോഷൻ. ഒട്ടിക്കൂടെ ഇത്രയും എക്സ്പ്രസ് ഒരുമിച്ച് പോകാൻ നേരത്ത് ആൾക്കാർ എല്ലാവരും ചോദിക്കൂലേ, നമ്മൾ ഒരു ബലിയാണ് ഇവർക്ക് കിട്ടുന്ന ഒരു ഫ്രീ പ്രൊമോഷൻ. യെസ്, എങ്ങനെയുണ്ട്? നമ്മളെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് എറണാകുളത്തോട്ട് പോവുകയാണ്. ഇന്നത്തെ റൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ, റൈഡ് കണക്ക് നമുക്ക് ഗ്രൂപ്പ് റൈഡ് ആകുമ്പോൾ ഇങ്ങനെ തന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഒരുപാട് സ്പീഡ് എടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാലും ജസ്റ്റ് പോകുമ്പോൾ ഉള്ളൊരു ആ ഒരു നെഗറ്റീവ് ഫീൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ആ റിസോർട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, അതുപോലെ തന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായി, സ്ലോ റേസിങ്, അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നൈസായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ റൈഡും കാര്യങ്ങളൊക്കെ വരാനത് നിങ്ങളും പോയി മാക്സിമം എൻജോയ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിനി മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയ്ക്ക് ഗുഡ് ബൈ.